ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് ലഹരി പദാർത്ഥങ്ങൾ. രാജ്യത്തിന്റെ സമ്പത്തായ യുവാക്കളെ നിസ്സംഗരാക്കി മാറ്റി തീർക്കാൻ ഇന്നിവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ലോകം ആധുനികത കൈവരിക്കുന്നതിനോടൊപ്പം ഈ ലഹരി പദാർത്ഥങ്ങൾക്കും പുതുമകൾ കൈവരുന്നു. പണ്ട് വളരെ അപൂർവമായി മാത്രം കേട്ടിരുന്ന പല ലഹരി വസ്തുക്കളുടെ പേരുകളും ഇന്ന് വളരെ സുപരിചിതമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. മുൻകാലങ്ങളിൽ മുതിർന്നവർ മാത്രം വളരെ വിരളമായി ഉപയോഗിച്ചിരുന്ന ഇവയൊക്കെ ഇന്ന് നമ്മുടെ യുവജനങ്ങൾ വളരെ സുപരിചിതമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓരോ വർഷവും രാജ്യത്ത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിൽ ഭൂരിഭാഗവും ഏർപ്പെടുന്നത് യുവജനങ്ങളാണ്. ഈയിടെയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ന് മനുഷ്യബന്ധങ്ങളെക്കാൾ കൂടുതൽ ലഹരി ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പോലീസ് അടക്കമുള്ള പല ഡിപ്പാർട്ട്മെന്റുകളും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. കണ്ണിലെ കൃഷ്ണമണി വികസിക്കുക, പ്രകാശമുള്ള ഇടങ്ങളിലും കൃഷ്ണമണി അസ്വാഭാവികമായി വലുതായിരിക്കുക, താടിയെല്ല് കടിച്ചു പിടിക്കുക, അറിയാതെ തന്നെ പല്ല് ഞെരുക്കുകയോ താടിയെല്ലുകൾ മുറുക്കി പിടിക്കുകയോ ചെയ്യുക, അമിതമായി ആവേശം കാണിക്കുക, അമിതമായി സംസാരിക്കുക, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, അമിതമായി വിയർക്കുക, ശരീരം ചൂടാകുക തുടങ്ങിയ ലക്ഷണങ്ങളിലൂടെ ഇവ ഉപയോഗിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയാം. മാത്രമല്ല ഓർമ്മശക്തി കുറയുക, കടുത്ത വിഷാദം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടാകാം. ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗിക്കുന്ന അളവ് അമിതമായാൽ ശരീര ഊഷ്മാവ് അനിയന്ത്രിതമായി ഉയരുകയും ആന്തരിക അവയവങ്ങൾ തകരാറിലായി മരണം സംഭവിക്കുകയും ചെയ്യാം. ഇന്ത്യയിൽ NDPS ആക്ട് പ്രകാരം MDMA പോലുള്ള ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും ജാമ്യമില്ലാത്ത കുറ്റമാണ്.